പോർമുനകൾ ചൈന രഹസ്യമായി പരീക്ഷിച്ചതായി റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി നൂതനമായ ഒന്നായി ചൈന മാറാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും സമീപ വർഷങ്ങളിൽ കുറഞ്ഞത് ഒരു രഹസ്യ സ്ഫോടന പരീക്ഷണമെങ്കിലും നടത്തിയിട്ടുണ്ടെന്നും US രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. 1996 മുതൽ നിലവിലുണ്ടായിരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സ്വയം വിലക്കേർപ്പെടുത്തിയിട്ടും 2020 ജൂണിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ലോപ്നൂർ കേന്ദ്രത്തിൽ ചൈന രഹസ്യമായ ഒരു സ്ഫോടനാത്മക ആണവ പരീക്ഷണം നടത്തി. ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും US ഉദ്യോഗസ്ഥർ പറയുന്നു. 2020 ജൂണിലെ പരിപാടിയുടെ തുടർന്നുള്ള അവലോകനത്തിന്റെ ഭാഗമായി ശേഖരിച്ച തെളിവുകൾ അടുത്ത തലമുറ ആണവായുധങ്ങൾക്കായുള്ള ചൈനയുടെ ശ്രമമാണ് പരീക്ഷണത്തിന് പ്രചോദനമായതെന്നും US ഉദ്യോഗസ്ഥരെ നിഗമനത്തിലെത്തിച്ചുവെന്നും പരിമിതമായ വൃത്തങ്ങൾ പറയുന്നു. ഒരൊറ്റ മിസൈലിൽ നിന്ന് ഒന്നിലധികം ചെറുതാക്കിയ ആണവ വാർഹെഡുകൾ വഹിക്കാൻ കഴിവുള്ള ആധുനിക ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതിൽപ്പെടുന്നു. ശത്രുക്കൾ സ്വന്തം ആയുധശേഖരം നിർമ്മിക്കുന്നത് തടയുന്നതിനായി ചൈന നിശബ്ദമായി പുതിയ തലമുറ ആണവായുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ചൈന തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമണാത്മകമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ മുമ്പ് പരസ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈന പുതിയ സാങ്കേതിക വിദ്യകൾ പിന്തുടരുന്നതുകൊണ്ടാകാമെന്നും വിശകലന വിദഗ്ധർ സംശയിക്കുന്നു. അതിനിടെ ലോപ്നൂർ കേന്ദ്രത്തിൽ 2020 ജൂണിൽ ചൈന ഒരു രഹസ്യ ആണവ പരീക്ഷണം നടത്തി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ മാസമാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. എന്നാൽ ഇക്കാര്യം വെളിപ്പെടുത്താൻ ഇത്രയും കാലതാമസം ഉണ്ടാകാനുള്ള കാരണം അവർ വിശദീകരിച്ചിട്ടില്ല. അടുത്ത തലമുറ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ചൈനയുടെ ആഗ്രഹമാണ് 2020 പരീക്ഷണത്തിന് പ്രേരിപ്പിച്ചതെന്നും ബന്ധപ്പെട്ടവർ CNN-നോട് പറഞ്ഞു. ചൈന ഒരു ആണവായുധ ശേഖരം നിർമ്മിക്കുന്നുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ മുമ്പ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ചൈന മുമ്പ് തങ്ങളുടെ ആണവായുധ വികസനം സ്വയം പ്രതിരോധിക്കാനുള്ള മാർഗമായി പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ചൈന ആണവായുധങ്ങളുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്താണ് ഉള്ളത്. അമേരിക്കയും റഷ്യയുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളത്. അതേസമയം വാഷിംഗ്ടണിലെ ചൈനീസ് എംബസിയുടെ വക്താവ് ലിയു പെങ്ങു സമീപകാല റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയും ചെയ്തു. അമേരിക്ക ചൈനയുടെ ആണവ നയത്തെ വളച്ചൊടിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ചൈനയ്ക്കും റഷ്യയ്ക്കും തുല്യമായി ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാൻ പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിച്ചതായി ട്രംപ് ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിശക്തമായ വിനാശകരമായ ശക്തി കാരണം തനിക്കത് ചെയ്യാൻ വെറുപ്പായിരുന്നു. റഷ്യ 2-ാം സ്ഥാനത്തും ചൈന 3-ാം സ്ഥാനത്തും വളരെ പിന്നിലാണ് എങ്കിലും 5 വർഷത്തിനുള്ളിൽ തുല്യമാകുമെന്നുമാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് എഴുതിയത്. ആണവ പരീക്ഷണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചതായി ചൈനയും റഷ്യയും US-ഉം വർഷങ്ങളായി പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കംപ്ലയൻസ് റിപ്പോർട്ട് ഇന്റർമീഡിയറ്റ് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇല്ലാതാക്കുന്നതിനുള്ള 1988 ഉടമ്പടി റഷ്യ ലംഘിച്ചുവെന്ന് ആരോപിക്കുന്നു. ഭൂകമ്പ നിരീക്ഷണത്തിന്റെ ഫലപ്രാപ്തി കുറയ്ക്കുന്നതിനായി ചൈന ഡീകൂപ്ലിംഗ് ഉപയോഗിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. 1996 സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി US-ഉം റഷ്യയും ചൈനയും ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ US-ഉം ചൈനയും ഒരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല. 2023 റഷ്യ അതിന്റെ അംഗീകാരം റദ്ദാക്കുകയും ചെയ്തു. അതിനിടെ സിച്ചുവാൻ പ്രവിശ്യയിലെ ദുർഘടമായ മലനിരകളിൽ അതീവ രഹസ്യമായി പുതിയ ആണവ വാർഹെഡ് നിർമ്മാണ കേന്ദ്രം ചൈന നിർമ്മിക്കുന്നതായും ഈ മാസം ആദ്യവും കണ്ടെത്തിയിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധരാണ് ചൈനയുടെ ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിച്ചത്. നിലവിലുള്ള ആണവശേഷി ഇരട്ടിയാക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ചൈനയുടെ പുതിയ നീക്കങ്ങൾ. സിജുവാനിലെ ഖനന മേഖലകൾക്ക് സമീപമാണ് ഈ പുതിയ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. പുറം ലോകം അറിയാതിരിക്കാൻ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏഷ്യൻ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥ തെറ്റിക്കാൻ ഇത് കാരണമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന തങ്ങളുടെ ആണവ മിസൈലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വരികയാണ്. അന്തർവാഹിനികളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും തൊടുക്കാവുന്ന മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സിജുവാനിലെ പുതിയ കേന്ദ്രം ആണവായുധങ്ങളുടെ അസംബ്ലിംഗ് യൂണിറ്റായാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് സൂചന. ഇതോടെ ചൈനയുടെ പക്കലുള്ള ആണവ വാർഹെഡുകളുടെ എണ്ണം വരും വർഷങ്ങളിൽ ഗണ്യമായി വർദ്ധിക്കും. അന്താരാഷ്ട്ര ആണവ കരാറുകളെ ലംഘിക്കുന്നതാണ് ചൈനയുടെ ഈ നീക്കമെന്ന ആരോപണം ഉയരുന്നുമുണ്ട്. അതിനിടയിൽ ഇറാനെ സഹായിക്കാനാണോ പുതിയ നീക്കമെന്നും സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.